The Vivo V25. Okay. Vivo ഇന്ന് അതായത് 15 സെപ്റ്റംബർ 15 ലോഞ്ച് ചെയ്ത വിവോയുടെ ഏറ്റവും പുതിയ ഫോണാണ് Vivo V25 കേട്ടോ. ഇതിനു മുമ്പ് V25 Pro ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കട്ടോ, വേണമെങ്കിൽ കയറി നോക്കാം. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് Vivo V25 ആണ്. ഓക്കെ, നമ്മളെ Vivo V23ൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബോക്സി ഡിസൈൻ, ഒരു രക്ഷയില്ല കേസ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി ഫോൺ. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഫോണാണ്, ഒരു രക്ഷയില്ലാത്തൊരു കിടിലൻ ഫോണാണ് കേട്ടോ. നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ ബോക്സി ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഐഫോണിൻ്റെ. സോ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കടക്കാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ Vivo V25ൻ്റെ അൺബോക്സിങ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതായത് ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഈ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ഡിസൈൻ എങ്ങനെയുണ്ട്, ബാറ്ററി എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ അരച്ച് കലക്കി കുടിക്കുന്നുണ്ട് കേസ്. ഓക്കെ, സോ എന്തായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോ സ്റ്റാർട്ട്. പിന്നെ കേസ് നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നുള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള പ്ലാനറ്റ് എന്നാണ് മൊബൈൽ ഷോപ്പ് കേട്ടോ. നമുക്ക് എല്ലാ ഫോൺസും റിവ്യൂ ചെയ്യാൻ തരുന്നത് അവർ തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, എയർപോർട്സിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇയർപോർട്സിൻ്റെ. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ റിലേറ്റഡ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ നേരെ വിളിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം, അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ Vivo V25 ആണ്. സോ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാം, വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബോക്സിൽ വരുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു TPU കേസ് വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി തരുന്ന ഒരു TPU കേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും അവർ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്, ചാർജറുണ്ട്. പിന്നെ ഒരു Type C ചാർജിങ് കേബിളും അവർ നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളും അവർ ഇതിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫൈനലി നമ്മുടെ Vivo V25. സോ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ, ഒരു കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ Vivo V25 എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇഷ്ടമായി കേസ്. കാരണം ഇതിൻ്റെ ഈ ഡിസൈൻ ഒരു രക്ഷയില്ല കേസ്. ഇത് 3 കളറിൽ വരുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക്, ഗോൾഡ്, അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളർ. നമ്മുടെ കയ്യിൽ ബ്ലൂ വേരിയൻ്റ് ആണ്. സോ ഇതിന് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബോക്സി ടൈപ്പാണ്. അതായത് ഇതിൻ്റെ സ്ക്വയർ ടൈപ്പാണ് കേസ്. ഇതിൻ്റെ എഡ്ജ് വരുന്നത് കേർവ്ഡ് അല്ല, പകരം സ്ക്വയർ ടൈപ്പാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക ബോക്സി ടൈപ്പാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ഐഫോണിൻ്റെ ഒക്കെ ഒരു ഫീലിംഗാണ് കേസ്. എനിക്ക് സംഭവം ഐഫോൺ അല്ല, ഐഫോണിൻ്റെ അടുത്തേക്ക് എത്തൂല്ല, എന്നാലും പക്ഷേ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇത് കയ്യിൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു പ്രീമിയം എന്താ പറയുക എക്സ്പീരിയൻസും നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു സ്ക്വയർ ഡിസൈൻ അല്ലെങ്കിൽ ബോക്സി ടൈപ്പ് ഡിസൈൻ Vivo നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് കേട്ടോ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മാത്രമല്ല ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ബാക്കാണ്. ഫ്രണ്ടും ഗ്ലാസ് തന്നെയാണ്, ബാക്കും ഗ്ലാസ് ആണ്. ഒരു കളർ ചേഞ്ചിങ് ആയിട്ടില്ല, അതായത് സൺലൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റിൽ ഈ ഒരു ഫോൺ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മാറും. അങ്ങനെ കിടുക്കാച്ചി ഒരു കളർ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമേ വരുന്നുള്ളൂ. സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിം കാർഡ് സ്ലോട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് കാണുന്നുണ്ട്. ഒരു സ്പീക്കർ ഗ്രിൽസും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 186 ഗ്രാമാണ് വരുന്നത്. 7.6 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ ഓവറായിട്ടുള്ള ഒരു വെയിറ്റും ഇല്ല, ഓവറായിട്ടുള്ള ഒരു കട്ടിയല്ല കേട്ടോ. ഒരു കയ്യിൽ ഒതുങ്ങുന്ന പാകത്തിലുള്ള രീതിയിലുള്ള ഒരു ഫോണാണ് നമ്മുടെ Vivo V25 എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു 6.44 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ട് ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഒരു കിടക്കാച്ച ഡിസ്പ്ലേ ആണ്, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 90 Hz റീഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി അല്ലെങ്കിൽ PPI നോക്കുകയാണെങ്കിൽ 409 ആണ് ഇതിൻ്റെ PPI എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയുന്ന ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ നോച്ചാണ്. ഓക്കെ, ഇതിൻ്റെ ഡിസൈനിൽ പറ്റുമോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വന്നൊരു പ്രശ്നമാണോ അതോ ഇങ്ങനെ ഒരു നോച്ചാണോ എനിക്കറിയില്ല. ഇത് പണ്ടത്തെ ടൈപ്പ്, ഒരു ഓൾഡ് ടൈപ്പ് നോച്ചാണ് ഇതിൽ നൽകിയുള്ളത്. പക്ഷേ ഫോണിൻ്റെ ലുക്കിനെ അതൊട്ടും ബാധിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല. കാരണം ഈ ഒരു നോച്ച് ആ ഒരു ഡിസൈനിന് ഓക്കെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇത് ഓൾഡ് ടൈപ്പ് നോച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വാട്ടർ ഡോപ്ലെറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാം. കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള സാംസങ് ഫോൺസിലൊക്കെ ഇത് കണ്ടുവന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ Vivo V25 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 900 ആട്ടോ വന്നിട്ടുള്ളത്. ഒരു 5G ചിപ്സെറ്റ് ആണ്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 900 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 5G ചിപ്സെറ്റ് ആണ്. 6 nm ആണ് ഇതിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാലിയുടെ G68 MC4 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആട്ടോ വന്നിട്ടുള്ളത്. G68 MC4 അഡ്രിനോൻ്റെ ഗ്രാഫിക്സ് അല്ല. ഇപ്പോൾ പൊതുവെ V25 അല്ലെങ്കിൽ വിവോൻ്റെ ഫോൺ
ഫോൺസിൽ വരുന്നത് അഡ്രീനോ ഗ്രാഫിക്സ് അല്ല, പകരം മാലിയുടെ ഗ്രാഫിക്സ് ആണ് അവർ പൊതുവെ കൊടുക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ് സ്റ്റോറേജ് കൊടുത്തുള്ളത്. ഓക്കെയാണ്, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു പ്രൊസസർ തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് പ്രൊസസർ തന്നെയാണ് നമുക്ക് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 900 എന്ന് പറയുന്നത്. സോ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ OS നോക്കുകയാണെങ്കിൽ Android 12 വരുന്നുണ്ട്. അതേപോലെ തന്നെ വിവോയുടെ സ്വന്തം OS ആയിട്ടുള്ള ഫൺ ടച്ച് OS 12 വരുന്നുണ്ട് കേട്ടോ. Android 12 വരുന്നുണ്ട്, വിവോയുടെ ഫൺ ടച്ച് OS 12 നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഫോൺ വരുന്ന റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 2 റാം വേരിയൻറ്റ്സ് വരുന്നുണ്ട്. 8GB റാമും അതേപോലെ തന്നെ 12GB റാം, അങ്ങനെ 2 റാം വേരിയൻറ്റ് വരുന്നുണ്ട്. 2 വേരിയൻറ്റിലും റാം എക്സ്റ്റൻഷൻ ഫീച്ചർ വരുന്നുണ്ട്. 8GB റാം 2 ഫോണിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ 8GB ഉള്ള ഫോണാണെങ്കിൽ നമുക്ക് 8GB എക്സ്ട്രാ കിട്ടും. അങ്ങനെ 2 വേരിയൻറ്റിലും 8GB വേരിയൻറ്റിലും വരുന്നുണ്ട്, 12GB വേരിയൻറ്റിലും നമുക്ക് റാം എക്സ്പാൻഷൻ ഫീച്ചറും കൂടി ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ഈ ഫോൺ നല്ലൊരു ഈ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് നമുക്ക് തരുന്നത്. സോ അടുത്തതായിട്ട് എല്ലാവരും കാത്തുക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ ക്യാമറ. ഓക്കെ, ക്യാമറ എങ്ങനെയുണ്ടെന്ന്. സോ ഫസ്റ്റ് തന്നെ ക്യാമറ റിവ്യൂ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. എനിക്കിഷ്ടമായി കേസ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി, ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. സോ സെൽഫീസ് എടുത്ത് നോക്കി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ക്യാമറ കേട്ടോ. ഒരു വേർത്തായിട്ടുള്ളൊരു ക്യാമറ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. സോ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾസ് ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ്, 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും കൊടുത്തിട്ടുണ്ട്. സോ മാത്രമല്ല അതിൽ OIS അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തരുന്ന ഫോട്ടോസ് ആട്ടോ. ഞാൻ സാമ്പിൾസ് കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ Vivo V25ൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആട്ടോ. സോ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പോർട്രേറ്റ് മോഡാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ മോഡാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോട്ടോസ് നമുക്ക് എന്തുണ്ട് ബാക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പോർട്രേറ്റിലാണെങ്കിലും നോർമലിലാണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുന്ന ഫോട്ടോസ് തന്നെയാണ് നമുക്ക് Vivo V25 കിട്ടുന്നത് കേട്ടോ. ബാക്ക് ക്യാമറ ഉപയോഗിച്ച് കിട്ടുന്ന ഫോട്ടോസ് ഒരു രക്ഷയില്ല. അപ്പോൾ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ക്യാമറ സെറ്റപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇനി അത് അൾട്രാ വൈഡ് ആംഗിളും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും. സോ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ ചെറിയൊരു ക്വാളിറ്റി ലോസ് അല്ലെങ്കിൽ കളേഴ്സ് ഞാൻ V25 Proയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളേഴ്സിനൊന്നും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും 8 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. സോ ക്വാളിറ്റി ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്. അത്യാവശ്യം ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇഷ്യൂസ് ഒന്നും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെ ക്യാമറയുടെ സൂമിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സൂമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു 5x വരെ കുഴപ്പമില്ലാത്തൊരു ക്ലിയർ കിട്ടുന്നുണ്ട്. ഒരു 7x അല്ലെങ്കിൽ 10x ഒക്കെ പോകുമ്പോഴത്തേനും വൻ ദുരന്തം ക്വാളിറ്റിയിലേക്ക് മാറുന്നുണ്ട്. സോ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ കേട്ടോ. കാരണം 10xലൊന്നും ആരും ഫോട്ടോസും വീഡിയോസും എടുക്കില്ല ഗൈസ്. ഓക്കെ, നമ്മൾ 2x അല്ലെങ്കിൽ 3x ഒക്കെ മാക്സിമം അതിലൊക്കെ നല്ല ഡീസൻ്റ് ഒരു ക്വാളിറ്റിയും തരുന്നുണ്ട്. ഇനി വീഡിയോസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് Vivo V25ൻ്റെ വീഡിയോ ബാക്ക് ക്യാമറയിലത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ 4Kയിൽ 60 FPS കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് 4Kയിൽ 30 FPS. സോ ഈ 30,000 രൂപേൻ്റെ താഴെയുള്ള ഫോണിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരുന്നത് 4Kയിൽ 30 FPS കിട്ടുന്നുള്ളൂ. സോ ഈ ഒരു ഫോണിലും 4K 30 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. സോ 4K at 30 FPSൻ്റെ സാമ്പിളാണ് നിങ്ങൾ കാണിച്ചു തരാം. സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല. ഓക്കെ, നമുക്ക് 1080pയിൽ മാത്രമേ സ്റ്റെബിലൈസേഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന 4K at 30 FPSൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടില്ല ഗൈസ്. ഓക്കെ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യാമറ, പക്ഷേ സ്റ്റെബിലൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 4K അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തരുന്നുണ്ട്. ഇനി 1080p നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ 1080pയിൽ എടുത്ത ഫൂട്ടേജസ് ആണ്. 60 FPS ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി 4Kനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കേട്ടോ. ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. സോ 1080pയിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് 1080p at 60 FPS കിട്ടുന്നുണ്ട് കേട്ടോ. 1080p at 30 FPS കിട്ടുന്നുണ്ട്, 60 FPS കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു ഓട്ടോ ഐ ഫോക്കസ് ക്യാമറ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു പരിപാടി ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. Vivo V25 Proയിലും അത് വന്നിട്ടുണ്ടായിരുന്നു. സോ 50 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഫോട്ടോസ് തരുന്നുണ്ട്. ഓക്കെ, സെൽഫീസ് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ക്യാമറ. കാരണം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു ക്വാളിറ്റി അവർ തരുന്നുണ്ട്. സോ ഞാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ സാമ്പിൾസൊക്കെ നമ്മുടെ സ്വന്തം Vivo V25ൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് കൊടുത്ത സെൽഫീസ് ആട്ടോ. സോ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പോർട്രേറ്റും കിട്ടുന്നുണ്ട്. പോർട്രേറ്റിൽ സെൽഫീസ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ബ്ലർ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. സോ സെൽഫീസ് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെൽഫീസ് തന്നെയാണ് നമുക്ക് Vivo V25
തരുന്നത്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വീഡിയോസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഫ്രണ്ടിലും 4K 30 FPS എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ അവിടെയും സ്റ്റെബിലൈസേഷൻ കുറവാണ്. സോ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കിയിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ജെർക്കിങ് കാര്യങ്ങളൊക്കെ വീഡിയോസിന് വരുന്നുണ്ട്. ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, പക്ഷേ എന്ത് വരുന്നുണ്ട്, കുഴപ്പമില്ലാത്തൊരു ജെർക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വാളിറ്റി പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമ്മളതിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഓൺ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോ കുറച്ച് ക്രോപ്പ് ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, ഒരുപാട് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേസ്. ഓക്കെ, കുറച്ച് ക്രോപ്പ് ചെയ്തൊരു വീഡിയോ എന്നിട്ട് സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റെബിലൈസേഷൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് ക്രോപ്പ് ചെയ്തു, വീഡിയോ കുറച്ച് സൂമായി വന്നിട്ടുണ്ട് കേസ്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് ക്വാളിറ്റിയും നല്ല രീതിക്കുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയിൽ നമുക്ക് ബൊക്കെ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിരിക്കും. സോ അത് ഒരുപാട് സ്റ്റാറി ഡിസൈൻ അല്ലെങ്കിൽ ഹേർട്ട് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അതിലൊരു ഇഷ്യൂ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1080p വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേസ്. ഓക്കെ, ഒരു 720p നമുക്ക് വീഡിയോസ് ഈ ബൊക്കെ മോഡിൽ കിട്ടുന്നത്. പക്ഷേ വളരെയധികം ക്വാളിറ്റി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 4K കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. 1080p കിട്ടുന്നില്ല. 720p നമുക്ക് ബൊക്കെ മോഡ് വരുന്നത്. സോ അതൊരു ഇഷ്യൂ ആണെന്ന് ചോദിച്ചാൽ ഈ ബൊക്കെ മോഡൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യില്ല കേസ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്യാമറ റിവ്യൂ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിടക്കാച്ചി ക്യാമറ തന്നെയാണ് Vivo V25 അവർ നൽകിയിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററി ഇവർ നൽകിയിട്ടുള്ളത്. 4500 mAh ഒരു ബാറ്ററി, ഒരു കിടക്കാച്ചി ബാറ്ററി, കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേസ്. ഓക്കെ, കുഴപ്പമില്ല. ഒരു 1 day അല്ലെങ്കിൽ 2 day ഒക്കെ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നൽകിയിട്ടുണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 8-10 5G ബാൻഡ്സ് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് 9-10 5G ബാൻഡ്സ് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു രീതിയിൽ കുറവാണ്. വേണമെങ്കിൽ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചില ഫോണിൽ 13, 14, 20 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ NFC വരുന്നില്ല. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ വരുന്ന ഫോൺസിലൊക്കെ നമുക്ക് കാണാറില്ല. ഹെഡ്ഫോൺ ജാക്ക് വാങ്ങാനൊന്നും വരുന്നില്ല. NFC സപ്പോർട്ടഡ് അല്ല. അതുപോലെ തന്നെ ഇതിൽ മോണോ സ്പീക്കറാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ താഴ്ഭാഗത്ത് മാത്രമേ സ്പീക്കർ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡുവൽ സ്പീക്കറും കൂടി കൊടുക്കാമായിരുന്നു. ഓക്കെ, മുകളിലും ഒരു സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ. സോ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഫോണിൻ്റെ പ്രൈസ് എത്രയാണെന്നല്ലേ. സോ ഞാനിപ്പോൾ കറൻ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ലോഞ്ചിങ്ങിന് മുമ്പാട്ടോ. അപ്പോൾ ലോഞ്ചിങ്ങിന് ശേഷം കറക്റ്റ് പ്രൈസ് അറിയാൻ പറ്റുന്നുള്ളൂ. സോ ഞാനൊരു പ്രൈസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയൊരു വിവരം അനുസരിച്ച് പ്രൈസ് വന്നിട്ടുണ്ട്. സോ അത് കറക്റ്റ് അല്ലെങ്കിൽ മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു പ്രൈസ് ലിസ്റ്റ് കൊടുക്കാം കേട്ടോ. സോ ഇത് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB 128ഉം 12GB 256GB വേരിയൻറ്റും. അങ്ങനെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB 128GB വരുന്നത് 27,990 രൂപയും 12GB 256GB വരുന്നത് 31,990 രൂപയാണ് വരുന്നത് കേട്ടോ. സോ ഒരു വാല്യൂ ഫോർ മണിയാണ് കേസ്. ഓക്കെ, ആ 27,000 രൂപ കുറച്ചും കൂടി ഓഫർ കിട്ടി 25,000 രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. സോ ഒരു കിടക്കാച്ച ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തില്ല. കാരണം ബെസ്റ്റ് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് പ്രീബുക്കാണ് ഇപ്പോൾ തന്നെ വിളിച്ചോളി. പ്ലാനറ്റിൽ അവർ കാത്ത് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പ്രീ ബുക്കിങ്ങിനൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ കോൺടാക്ട് ചെയ്യാം. സോ പുതിയൊരു ടെക്നോളജി കൂടിയില്ല. ഇതിൻ്റെ എന്തെങ്കിലും ക്യാമറ റിവ്യൂസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാവും. അതുവരെ ഒരു ബൈ.